മോനെ മുട്ടായി വരെ വാ വാ നിന്നോടൊരു കാര്യം പറയാനല്ലേ വാ ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന വാശിയിൽ നിന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPM പിന്മാറിയതാണ്. പിന്നീട് പല തീർത്ഥാടന കാലങ്ങൾ ഉണ്ടായെങ്കിലും 2018 അബദ്ധം കാണിക്കാൻ ഒരുങ്ങിയില്ല. എന്നാൽ സുപ്രീം കോടതിയിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും യുവതീ പ്രവേശനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതിലും ടേൺ വരുന്നു. ഇതുവരെ നവോത്ഥാനത്തിന് വേണ്ടി വാതോരാതെ വാദിച്ചവർ പറഞ്ഞതും ചെയ്തതും ഒക്കെ മാറ്റി വിശ്വാസികളുടെ പക്ഷം ചേരുന്നു. എന്തേ എന്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു. ആര്? സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ, അല്ലാതാരും. തോന്നും മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അർപ്പിച്ചാൽ അങ്ങനെ ചോദിച്ചതായിട്ട് തോന്നും. മലയിറങ്ങിപ്പോകുന്നത് എന്റെ ഈ ഭൗതിക ശരീരം മാത്രമാണ്. മനസ്സിപ്പോഴും അവിടെ നിൽക്കുക. അങ്ങനെ വേണം. ഇപ്പൊ നിനക്ക് മനസ്സിലായ വിജയ, ഞങ്ങൾ നിന്നെ നിർബന്ധിച്ചെന്റെ പൊരുള് മനസ്സിലായച്ച, എല്ലാം മനസ്സിലായി. സ്വാമിയേ, ശബരിമലക്ക് വേറിട്ട തനതായ ചരിത്രമുണ്ട്. അതിൻ്റെതായ ഐതിഹ്യങ്ങളുമുണ്ട്. വിജയം മാഷ ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇതെന്തോ ഉന്നം വെച്ചിട്ടുള്ള നീക്കമാകാനാണ് സാധ്യത. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല. ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. അല്ല, അത് ഗോപിയേട്ടൻ നിരീശ്വരവാദിയായിരുന്നല്ലോ. ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. കർമ്മകാണ്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ലോകനാഥന്റെ സാന്നിധ്യം നമ്മൾ അറിയൂ. ഏവം സേതുമാധവം മുകുന്ദം കുംഭീതലേ ഗ്ലാനിർഭവതി ഭാരതി. ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ? ഓ അത് ശരി, ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസന ഛായ സംഭവാമി യുഗേ. ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള കപട അയ്യപ്പ ഭക്തിയാണ് എന്ന് ഇന്നും ഒന്നുകൂടി തെളിഞ്ഞിരിക്കുക. നിങ്ങളുടെയൊക്കെ ഭക്തി വെറും കാപട്യാണ്. ഒരു നാൾ ദൈവം അത് തിരിച്ചറിയും. നിങ്ങൾക്കതിനുള്ള ശിക്ഷയും കിട്ടും. കഴിഞ്ഞ 9.5 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പം മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തന്നെ ഒരു ഭാഗമാവും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് നാളെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്തും. തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ അണ്ണാമലൈ സംഗമം ഉദ്ഘാടനം ചെയ്യും. എല്ലാ സാമുദായിക സംഘടനകളെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി അറിയിച്ചു. ഇനി ഞാനിവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാല് ചപ്പിയ മാങ്ങ. എന്നാ ഞാൻ അങ്ങട് ഒന്നും തീരുമാനിച്ചിട്ടില്ല. പോടാ അച്ഛാ